കണക്ക് നോക്കാൻ അറിയില്ലാന്നുണ്ടെങ്കിൽ ഓനൊക്കെ എന്ത് കണക്കാ പഠിച്ചിട്ടുണ്ട് എല്ലാം. എന്താ വിളിച്ചേ? ചീർക്കാൻ കുത്തേക്കാരല്ല. ആരെ വിളിച്ചാ തവളേന്ന്? അതല്ല കോയക്ക, തവളനം കൊടുത്താലാണ് മീനൊക്കെ കിട്ടുക. ഞങ്ങൾ മീൻ പിടിച്ചാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നു. അല്ലെങ്കിൽ ഒക്കെ കൂടി ഞാൻ ഒറ്റ കൊത്തമ്മ കൊടുത്താണ് ഞാനും നല്ല ചൂടിലോട്ട് ഞാൻ എല്ലാം മനുഷ്യനെ കളിയാക്കി. കോയുള്ളത് എവിടേക്ക് വാല ചൂട്ടമാര് പോണോ? അതിന്റെ കൂട്ടൊന്നും പറണ്ട പുളിഞ്ചോടെ. ഇന്റെ കമ്പനിയിൽ കുറച്ച് ഡിഗ്രിക്കാരെ കൊണ്ട് നിർത്തിക്കോളാം ഞാൻ കണക്ക് വെക്കാൻ. GST ബില്ലും ഇൻകം ടാക്സും ഒക്കെ കൂടെ വന്നിട്ട് മോളേറി കിടക്കണം. ഐറ്റങ്ങൾക്ക് അതൊന്നും നോക്കാൻ വെച്ചാന്ന് ആകെ പുറത്തം പൊട്ടിക്കണം. ഞാൻ എന്താ കാട്ടുന്നത് ഒരു പുറത്തല്ല. അതിനെന്തിനാ പേടിച്ചു? ആ വീരാൻ ചെറുക്കാൻ അങ്ങനത്തെ എന്തൊക്കെയല്ലേ പഠിച്ചു? അവിടെ നിന്ന് പോയോക്കാ. ആരെ നീർക്കോലിന്റെ ആന്ന് എന്നിട്ട് എന്റെ ചെറുക്കാൻ പഠിപ്പിച്ചോളാം. എന്നാ പിന്നെ എനിക്ക് കണക്കൊക്കെ വേറെ ആളെ വെക്കണോ? അതും ശരിയാണ്. ഡിഗ്രി ഞാൻ ഇങ്ങനെ കുടിയൊക്കെ തന്നിട്ട് കാര്യം. ഉമ്മക്ക് പഞ്ഞക്കാരാകുമ്പോ ഞാനായിട്ട് പറയും. പോളോട് അവിടെ തൊള്ള പൂട്ടിക്കാൻ പറയാം. നീർക്കോലിയേ നീർക്കോലിയേ വീരാനെ, അന്റെ ചെറുക്ക ഡിഗ്രി എന്തോ പഠിച്ചില്ലേ? പടച്ച തമ്പുരാനെ, ചെകിരി കടിച്ചിക്ക്. അതല്ല, അന്റെ ചെറുക്ക ഇൻകം ടാക്സിന്റെ എന്തൊക്കെ പഠിച്ചാൻ പോയില്ലേ? ഓൻ ആ ഡാൻസ് ഒന്നും പഠിച്ചില്ല. വേറെന്തോ ബ്രേക്ക് ഡാൻസ് എന്തൊക്കെയോ പഠിച്ചിക്കണോ തോന്നുന്നു. എത്ര തവള ജി പറയുന്നത് അവര് വെള്ളം കളിച്ചിക്കണു. കേട്ടിൽ വെള്ളം കണ്ടേ അവലും വെള്ളം കളിക്കാം. ജപ്പള വന്നിരിക്ക അറിയാമാ. പടക്കം പൊട്ടിച്ച് കേട്ടില്ലേ? ചായ വന്നിക്കണു. ലേസം കോയെടുത്താ എല്ലാം അനക്കിപ്പോ ചെവിയാക്കുണ്ടോ? അതിന് എന്റെ ചെവിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. അന്റെ പ്രശ്നത്താ അന്റെ ചെറുക്ക ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെന്തോ പഠിച്ചിട്ടല്ലേ വലിയൊരു ജോലിയിലൊക്കെ കയറിയത്? അതെന്താണ്? അത് ഞാനല്ല പഠിപ്പിച്ചേ, ഏതോ സിയക്കാരനാണോലോ പഠിപ്പിച്ച്. അതിനെ കുറിച്ച് വല്ലാതെ അറിയില്ല തവളെ. ഓനെ ഓൺലൈനിലാ പഠിച്ചേ. പക്ഷെ ഓരോ ഓഫീസ് ഇവിടെ അടുത്ത് അവിടെ ഉണ്ട്. അവിടെ വേണേ ഒന്ന് പോയോക്കാം. എന്നാ നടക്കേ കടക്കേന്നല്ല നടക്കേന്ന് അറിയാമാ. ചായ വേണ്ട. അപ്പൊ ചങ്കള ഇതാണ് നമ്മളാ പറഞ്ഞ അൽതാഫ് സ്കൂൾ ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞ പോലെ ഓഫീസ് കിട്ടും. നമ്മുടെ അൽതാഫ് സ്കൂൾ ഓഫ് ടാക്സേഷൻ ഒരു ഓൺലൈൻ ക്ലാസ് ആണ്. നമുക്ക് പലപ്പോഴായിട്ട് നമുക്ക് എല്ലാവർക്കും ഡിഗ്രി ഉണ്ടാവും, പക്ഷേ പണി അറിയില്ല. അപ്പോൾ ആ പണി പഠിപ്പിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ഫിനാൻസ് മേഖലയിൽ ജോലി നോക്കുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട സോഹോ, ടാലി, അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് ഫയലിംഗ്, GST ഫയലിംഗ്, എക്സൽ എല്ലാം നമ്മൾ പഠിപ്പിക്കും. ഇനി അതല്ല നമ്മൾ വിദേശത്ത് പോകുന്ന സമയത്ത്, ഗൾഫ് കൺട്രിയിൽ പോകുന്ന സമയത്ത് വാറ്റ്, അവിടുത്തെ കോർപ്പറേറ്റ് ടാക്സ്, സകാത്ത് ടാക്സ്, അതുപോലെ തന്നെ അവിടെ നമുക്ക് ഇതുപോലെ സോഹോ എല്ലാ സോഫ്റ്റ്വെയർസും വേണ്ടി വരും. അപ്പോൾ അതിനെല്ലാം എക്വിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതിനുവേണ്ടി നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് മാത്രം മതി. പിന്നെ ഒരു ദിവസം 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി. നിങ്ങൾക്ക് വർക്കിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയിലോ എല്ലാം നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. ഈ കോഴ്സിനോടൊപ്പം നമ്മൾ വേറെ കാര്യം ചെയ്യുന്നത് വെച്ചാൽ ഈ കോഴ്സ് കഴിഞ്ഞതോടുകൂടെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സെഷൻ കൂടെ വെക്കും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഇന്റർവ്യൂ പാസ്സാവാം. നല്ലൊരു ജോലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കയറും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പിന്നെ ഫർദർ ആയിട്ടുള്ള പ്രൊമോഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉഷാറായിട്ട് കിട്ടും. ഇതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, വിളിച്ചിട്ട് ചേർന്നോളി.